നമസ്തേ. നമ്മൾ ഇന്ന് ആഴ്ചഫലമാണ് പറയുന്നത്. മാർച്ച് 18 മുതൽ 24 തീയതി വരെയുള്ള ഒരാഴ്ചത്തെ ഫലം, അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഒരാഴ്ചത്തെ ഫലം. ആദ്യം മേടക്കൂർ എന്ന് പറഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ്. അവർക്ക് അടുത്ത ഒരാഴ്ച ധനപരമായിട്ട് ഗുണമൊക്കെ ഉള്ള സമയം തന്നെയാണ് ഇവർ മേടക്കൂറുകാർക്ക്. എങ്കിലും 12ാം ഭാവത്തിലേക്ക് ആദ്യത്തിൻ്റെ വരവോടുകൂടി അപ്രതീക്ഷിതമായ ധനച്ചിലവുകൾ ഉണ്ടാകാം. അകന്നു നിന്നിരുന്ന മിത്രങ്ങൾ, ബന്ധുക്കളൊക്കെ അടുക്കാവുന്ന സമയമാണ്. അപ്രതീക്ഷിത ധനസഹായങ്ങളും മേടക്കൂറുകാർക്ക് ലഭിക്കാം. എങ്കിലും ശാരീരിക ക്ലേശങ്ങൾ അലട്ടും. വാഹനം ഓടിക്കുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം. അടുത്ത ഇടവക്കൂറുകാരുടെ കാര്യം, കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരത്തിൻ്റെ ആദ്യ പകുതിയാണ് ഇടവക്കൂറ്. അവർക്ക് ശാരീരിക ക്ലേശങ്ങൾ വിട്ടൊഴിയുന്നില്ല. വാക്കുകളിൽ, പ്രവൃത്തികളിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ, പ്രവൃത്തികളൊക്കെ സ്വജനങ്ങളുടെ ഇടയിൽ പോലും ശത്രുത ഉണ്ടാക്കാവുന്ന സമയമാണ്. എങ്കിലും 11ാം ഭാവത്തിൽ ഉച്ചത്തിലുള്ള ശുക്രൻ്റെ സഞ്ചാരം, പിന്നെ രവിയുടെ സഞ്ചാരം ഒക്കെ ധനപരമായിട്ട് ഗുണമാണ്. പ്രവർത്തന രംഗത്ത് ഗുണമാണ്. സാമ്പത്തിക ഗുണം, ഒരു ഊർജ്ജസ്വലത, അംഗീകാരങ്ങളൊക്കെ ലഭിക്കാവുന്ന സമയമാണ്. യാത്രകളിൽ താല്പര്യം ഉണ്ടാവാം. അപ്രതീക്ഷിത ധനസഹായങ്ങൾ ലഭിക്കാം. എങ്കിലും ശ്രദ്ധിക്കേണ്ടത് ലഗ്നവ്യാഴം, 2ാം ഭാവത്തിൽ ചൊവ്വ, പെട്ടെന്നുള്ള ദേഷ്യം വന്നിട്ട് എടുത്തു ചാടി പ്രവർത്തിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ശാരീരിക ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം. അടുത്ത മിഥുനക്കൂറുകാരുടെ കാര്യം, മകീരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനക്കൂറ്. 12ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. ഒരു ഈശ്വരാധീനക്കുറവുള്ള സമയമാണ് മിഥുനക്കൂറുകാർക്ക് എന്ന് കരുതി മുന്നോട്ട് പോവുക. ലഗ്നത്തിൽ ചൊവ്വയാണ്. ഒരു സ്വയം അഹംബോധം കൂടിയിട്ട് അതുമൂലം പ്രവർത്തിക്കുക, തീരുമാനങ്ങൾ എടുക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതൊക്കെ ചില ദുരിതങ്ങൾ നൽകുന്ന സമയം കൂടെയാണെന്ന് ഓർക്കുക. വാക്കുകൾ, പ്രവൃത്തികളിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ ലഗ്നത്തിൽ ചൊവ്വയാണ്. അതുകൊണ്ട് തന്നെ മുറിവ്, പൊള്ളൽ, ചതവ്, അപകടങ്ങൾ ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. പിന്നെ പ്രവർത്തന രംഗത്താണെങ്കിൽ ശുക്രൻ ഉച്ചത്തിൽ. അപ്പോൾ ഗുണമൊക്കെ ഉള്ള സമയമാണെങ്കിലും ശത്രുതാപരമായ ചില പെരുമാറ്റങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ മൂലം ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. ആരോപണങ്ങൾ, വിമർശനങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. എങ്കിലും ആദിത്യൻ 10ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. കാര്യസിദ്ധി, സാമ്പത്തിക ഗുണം, അംഗീകാരങ്ങൾ ഒക്കെ ഉണ്ടാകാം. ജാതകത്തിലും കൂടി അനുകൂലമാണെങ്കിൽ മിഥുനക്കൂറുകാർക്ക് ഈ ആഴ്ച വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അടുത്ത കർക്കിടക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം, പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രക്കാരാണ് കർക്കിടക്കൂറ്. 11ാം ഭാവത്തിൽ കുറച്ച് മാസങ്ങളായിട്ട് വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ആഗ്രഹ സഫലീകരണമൊക്കെ നടക്കാവുന്ന സമയത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. എങ്കിലും അധിക ചിലവുകളും അവർക്കുണ്ട്. 9ാം ഭാവത്തിൽ ഇപ്പോൾ ശുക്രൻ, ഭാഗ്യഭാവത്തിൽ ശുക്രൻ ഉച്ചത്തിൽ സഞ്ചരിക്കുകയാണ്. ധനപരമായിട്ട് ഗുണമാണ്. എങ്കിലും 12ാം ഭാവത്തിൽ ചൊവ്വയാണ്. അഷ്ടമത്തിൽ ശനിയാണ്. 9ൽ രാഹുവാണ്. അപ്പോൾ പിതൃസ്ഥാനീയർക്ക് അത്ര അനുകൂലമാവില്ല. സഹോദരസ്ഥാനീയരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭൂമി സംബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, സഹോദര സ്ഥാനീയർക്ക് ക്ലേശങ്ങൾ, പിന്നെ ഉറ്റവർക്ക് ശാരീരിക ക്ലേശങ്ങൾ, സഹോദര സ്ഥാനീയരൊക്കെ ആയിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. കർക്കിടക്കൂറുകാർക്ക് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. 12ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ വീഴ്ചകൾ, മുറിവുകൾ, അപകടങ്ങൾ, അധിക ചിലവുകൾ, സഹോദര സ്ഥാനീയരായിട്ട് കലഹങ്ങൾ, ആശുപത്രി വാസം ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അടുത്ത ചിങ്ങക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം, മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ്. 10ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ്. 10ാം ഭാവത്തിലെ വ്യാഴം അത്ര അനുകൂലമല്ല. തൊഴിൽ രംഗത്താണെങ്കിൽ വെല്ലുവിളികൾ, ചില ചാഞ്ചാട്ട പ്രവണതകൾ, പ്രതിസന്ധികൾ ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയത്തിലൂടെയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ചിങ്ങക്കൂറുകാർ കടന്നു പോകുന്നത്. 7ാം ഭാവത്തിൽ ശനിയുമാണ്. കുടുംബ ബന്ധങ്ങളിൽ, മിത്രബന്ധങ്ങളിൽ ചില തെറ്റിദ്ധാരണകൾ മൂലമുള്ള അകന്നു നിൽക്കലുകൾ, കലഹങ്ങൾ ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. അതുമൂലമുള്ള മാനസിക ക്ലേശങ്ങൾ അനുഭവിക്കുന്ന സമയം കൂടിയാണ്. അഷ്ടമത്തിലെ ബുധൻ, ശുക്രൻ, ആദിത്യൻ, പല പ്രകാരത്തിലുള്ള ദേഹാരിഷ്ടതകൾ, കുറച്ച് ശാഠ്യ ബുദ്ധി, എടുത്ത് ചാടിയുള്ള ചില പ്രവർത്തികൾ, തീരുമാനങ്ങൾ, അതുമൂലം അനുഭവിക്കേണ്ടി വരുന്ന ശാരീരിക ക്ലേശങ്ങൾ ഇതൊക്കെ ചിങ്ങക്കൂറുകാർക്ക് വരാവുന്ന സമയമാണ്. എങ്കിലും 11ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്ന സമയമാണ്. ധനപരമായിട്ട് ഗുണമാണ്. കർമ്മരംഗത്ത് ഒരു ഊർജ്ജസ്വലതയും
മനോധൈര്യവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. വെല്ലുവിളികളെ, പ്രതിസന്ധികളെ ഒക്കെ തരണം ചെയ്യാൻ പറ്റും. എങ്കിലും കൂട്ടുബന്ധങ്ങളിൽ തന്നെ ചില അസ്വാരസ്യങ്ങളും ഉണ്ടാകാവുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. അടുത്ത കന്യക്കൂറുകാരുടെ കാര്യം. ഉത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയാണ് കന്യക്കൂറ്. 7ാം ഭാവത്തില് ബുധൻ, ശുക്രൻ, ആദിത്യൻ. ആദിത്യന്റെ 7ാം ഭാവത്തിലെ ഇത് സഞ്ചാരം, യാത്രകൾ ഇതൊക്കെ ഉണ്ടാകും. പിന്നെ ബഹുപ്രകാരേണ ദേഹോപദ്രവങ്ങൾ, അതൊക്കെ 7ാം ഭാവത്തിൽ ആദിത്യൻ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ശുക്രനും 7ാം ഭാവത്തിൽ അനുകൂലമല്ല, സുഖങ്ങൾക്ക് ഒരു ഹാനി വരുത്തും. ദേഹാരിഷ്ടതകൾ, സാമ്പത്തിക ഗുണം കുറയുക. 10ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നു, അഷ്ടമാധിപനും കൂടി ആയതിനാൽ പ്രവർത്തന രംഗത്ത് ഫലപ്രാപ്തി കുറയുന്ന സമയമാണ്. കർമ്മരംഗത്ത് ചില അപകടങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. കാരണം ചൊവ്വയാണ്, അഷ്ടമാധിപനായ ചൊവ്വയാണ് 10ൽ സഞ്ചരിക്കുക. മുറിവുകൾ, ചതവുകളൊക്കെ കർമ്മരംഗത്തു നിന്നുണ്ടാവാം, അതൊക്കെ ശ്രദ്ധിക്കുക. അപകടങ്ങളൊക്കെ ഉണ്ടാവാം. ലഗ്നത്തിലെ കേതു, 7ാം ഭാവത്തിലെ സർപ്പം, ബുധൻ, ശുക്രൻ, ആദിത്യൻ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബന്ധങ്ങളിൽ ശ്രദ്ധിക്കുക. അത് ദാമ്പത്യ ബന്ധത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും മിത്രങ്ങളുടെ ഇടയിലാണെങ്കിലും ഒക്കെ കലഹങ്ങൾക്ക് സാധ്യതയുള്ള സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് കന്യക്കൂറുകാർ. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. എങ്കിലും ഭാഗ്യഭാവത്തിൽ വ്യാഴമുണ്ട്, ഈശ്വരാധീനമുള്ള സമയമാണ് എന്ന് കരുതി ആത്മീയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാതെ പോകരുത്. ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. ബാക്കി ഗ്രഹങ്ങളൊക്കെ അനുകൂലമല്ല. വ്യാഴത്തിൻ്റെ ഒരു ഈശ്വരാധീനം ഉള്ളത് കൊണ്ട് മാത്രമാണ് അവർ പല ദുരിതങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു പോരുന്നത്. അതുകൊണ്ട് ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. അടുത്ത തുലാക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാക്കൂറ്. അവർക്ക് 6ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്ന സമയം ഉച്ചത്തിൽ ശത്രുപീഡകളുണ്ട്. എങ്കിലും 6ാം ഭാവത്തിലേക്ക് ആദിത്യന്റെ സഞ്ചാരം ഇപ്പോൾ ഉള്ളത് ശത്രുപീഡകളിൽ അയവ് വരുന്ന സമയം കൂടിയാണ്. പിന്നെ അഷ്ടമത്തില് വ്യാഴം, ഈശ്വരാധീനക്കുറവുള്ള സമയമാണ്. 5ാം ഭാവത്തിൽ ശനി, 9ാം ഭാവത്തിൽ ചൊവ്വ. അപ്പോൾ ഭാഗ്യക്കേടുകളും ഈശ്വരാധീനക്കുറവും ഉള്ള സമയമാണ് തുലാക്കൂറുകാർക്ക്. എങ്കിലും 6ാം ഭാവത്തിൽ ആദിത്യൻ മാനസിക പിരിമുറുക്കങ്ങൾക്കൊക്കെ ഒരയവ് വരുത്തുന്ന സമയമാണിപ്പോൾ. അതുകൊണ്ട് തന്നെ വാക്കുകൾ, പ്രവൃത്തികളൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം അഷ്ടമത്തിലെ വ്യാഴം ഏറ്റവും വേണ്ടപ്പെട്ടവർ പോലും ചെറിയ കാര്യങ്ങൾക്ക് പോലും വിമർശിക്കുന്ന സമയം കൂടിയാണ്. അതുമൂലം മാനസിക വിഷമം അനുഭവിക്കേണ്ട സമയമാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യത്തിലാണെങ്കിലും വയറു സംബന്ധമായ അസുഖങ്ങൾ, അലർജി രോഗങ്ങൾ, നേത്രരോഗങ്ങൾ ഇതൊക്കെ അലട്ടാവുന്ന സമയമാണ്. ഇനി അടുത്ത വൃശ്ചികക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. വിശാഖത്തിന്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരാണ് വൃശ്ചികക്കൂറ്. അവർക്ക് പൊതുവെ കുടുംബസൗഖ്യം, സാമ്പത്തിക ഗുണം, വിദേശ ഗുണം ഇതൊക്കെ ഉള്ള സമയമാണ്. എങ്കിലും ഇപ്പോൾ 5ാം ഭാവത്തിലേക്ക് ആദിത്യൻ വരികയാണ്. ചില രോഗാരിഷ്ടതകൾ വരാവുന്ന സമയമാണ്. അഷ്ടമത്തിലെ ചൊവ്വയാണ്, സഹോദര സ്ഥാനീയരൊക്കെ ആയിട്ട് കലഹങ്ങൾ. പിന്നെ അഷ്ടമത്തിലെ ചൊവ്വ അപകടങ്ങൾ, വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. 4ാം ഭാവത്തിൽ ശനിയാണ്, കുടുംബ ബന്ധങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയരായിട്ട് ചില കലഹങ്ങൾ ഉണ്ടാകാം, വാഹനവും അപകടങ്ങൾ ഉണ്ടാകാം, മാതാവിന് എന്തെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാവാം, പെട്ടെന്നുള്ള ധനനഷ്ടങ്ങൾ ഒക്കെ വരാം. എങ്കിലും 7ാം ഭാവത്തിൽ വ്യാഴാണ്, നിവർത്തി സ്ഥാനത്തെ വ്യാഴം എല്ലാ ദുരിതത്തിൽ നിന്നൊക്കെ കരകയറ്റിക്കൊണ്ട് പോരുക തന്നെ ചെയ്യും. കൂടുതൽ ആത്മീയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുക. അടുത്ത ധനുക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യ കാൽഭാഗമാണ് ധനുക്കൂറ്. 4ാം ഭാവത്തിൽ ആദിത്യൻ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ മാനഹാനി വരാവുന്ന സമയമാണ്. വളരെയധികം വാക്കും പ്രവൃത്തികളും ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. 4ാം ഭാവത്തിൽ ശുക്രനും ബുധനും സർപ്പവും. ശുക്രന്റെയും ബുധന്റെയും 4ാം ഭാവത്തിലെ യോഗം, ധനലാഭം, ഭൂമി ലാഭം. 3ാം ഭാവത്തിൽ ശനി, മനോധൈര്യം, പ്രതിസന്ധികളിൽ നിന്ന് കരകയറാനുള്ള ധൈര്യം. എങ്കിലും കർമ്മരംഗത്ത്, പ്രവർത്തന രംഗത്തൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. സ്ത്രീകൾ നിമിത്തം ചില അപവാദങ്ങൾ. കാരണം 7ാം ഭാവത്തിൽ ചൊവ്വയാണ്, നിവർത്തി സ്ഥാനത്ത് പാപഗ്രഹമാണ്. അപ്പോൾ കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ വരും.
മനസ്വസ്ഥ കുറവ് അനുഭവിക്കും. മറ്റുള്ളവരുടെ ഇടപെടലുകൾ മൂലം മനസ്വസ്ഥ കുറവ് അനുഭവിക്കും. കാര്യങ്ങളിലൊക്കെ തടസ്സങ്ങൾ വന്നത് മൂലം. 4-ാം ഭാവത്തിൽ സർപ്പമാണ്. അപ്പോൾ കുടുംബജീവിതത്തിലാണെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാവും. മാതാവിനും അത്ര തന്നെ അനുകൂലമാവില്ല. എങ്കിലും 6-ാം ഭാവത്തിൽ വ്യാഴമാണ്. അപ്പോൾ ഒരു ഈശ്വരാധീന കുറവുള്ള സമയമാണ്. അപ്പോൾ എങ്കിലും 3-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ 4-ാം ഭാവത്തിൽ ശുക്രൻ്റെയും ബുധൻ്റെയും ഒക്കെ യോഗം ഒരു മനോധൈര്യമൊക്കെ കൂട്ടിയിട്ട് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് വരാൻ ധനുക്കൂറുകാരെ സഹായിക്കും. അടുത്ത മകരക്കൂറുകാർക്ക് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ് മകരക്കൂറ്. അവർക്ക് പൊതുവേ 5-ാം ഭാവത്തിലെ വ്യാഴം സഞ്ചാരം ഉണ്ട് എങ്കിലും, പൂർവ്വപുണ്യസ്ഥാനത്ത് വ്യാഴത്തിൻ്റെ സഞ്ചാരം ഉണ്ടെങ്കിലും 9-ാം ഭാവത്തിൽ കേതുവാണ്. അപ്പോൾ ഒരു ഭാഗ്യക്കേടുകൾ അവർക്കുണ്ട്. കാര്യങ്ങളിൽ തടസ്സങ്ങളൊക്കെ വരാം. മാതാവിനും പിതാവിനും ഒക്കെ പലതരത്തിലുള്ള ക്ലേശങ്ങൾ വരാം. എപ്പോഴും അലസത വർദ്ധിക്കാം. ധനപരമായിട്ട് ഗുണമൊക്കെ ഉള്ള സമയമാണ് മകരക്കൂറുകാർക്ക്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കലാകാരന്മാർക്ക് ഗുണമുണ്ട്, യാത്രാ ഗുണമുണ്ട്. എങ്കിലും അപ്രതീക്ഷിതമായിട്ട് ചില ശാരീരിക ക്ലേശങ്ങൾ അലട്ടാം. ആശുപത്രി വാസമൊക്കെ വേണ്ടി വരാം. എങ്കിലും 3-ാം ഭാവത്തിലേക്കുള്ള ഇപ്പോൾ ആദിത്യൻ്റെ സഞ്ചാരം ഐശ്വര്യമൊക്കെ നൽകും. അടുത്ത കുംഭക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം പൂരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭക്കൂറ്. 2-ാം ഭാവത്തിൽ ബുധ-ശുക്രയോഗം. സർപ്പവും ആദിത്യനും ഉണ്ടെങ്കിലും 2-ാം ഭാവത്തിലെ ബുധ-ശുക്രൻ്റെ യോഗം വാക്കുകളിൽ ഒരു സൗമ്യതയൊക്കെ ഉണ്ടാക്കും. കാരണം ശുക്രൻ ഉച്ചത്തിലാണ്, അതുകൊണ്ട് തന്നെ. പിന്നെ ആദിത്യൻ്റെ 2-ാം ഭാവത്തിലേക്കുള്ള സഞ്ചാരം മനോവ്യസനം ഉണ്ടാക്കിത്തരും. ഈ വാക്കുകളിൽ സൗമ്യത മൂലം സൗഹൃദങ്ങൾ ഉണ്ടാകും, സൗഹൃദ മേന്മകൾ ഉണ്ടാവും. പിന്നെ പ്രവർത്തന രംഗത്ത് അംഗീകാരങ്ങൾ, കുടുംബ സൗഖ്യം, കർമ്മഗുണം, ഇതൊക്കെ കുംഭക്കൂറുകാർക്ക് ഉണ്ടാവുന്ന സമയമാണ്. എങ്കിലും 8-ാം ഭാവത്തിൽ കേതുവാണ്. ഭാഗ്യക്കേടുകൾ കുംഭക്കൂറുകാരെ വിട്ടൊഴിയുന്നില്ല, അപവാദങ്ങൾ വിട്ടൊഴിയുന്നില്ല. തൊട്ടടുത്ത് എത്തിയ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വരാവുന്ന സമയമാണ്. ശ്രദ്ധിക്കേണ്ടത് അനാവശ്യ കൂട്ടുകെട്ട് മൂലം കോടതി വ്യവഹാരങ്ങൾ വരെ എത്താവുന്ന സമയമാണ്. 4-ാം ഭാവത്തിൽ വ്യാഴമുണ്ട്. പൊതുവേ നല്ല വ്യാഴം അത്ര അനുകൂലമൊന്നുമല്ല, ഗുണദോഷ സമ്മിശ്രമാണ് നല്ല വ്യാഴം. വാഹനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഗുണമാണ്. എങ്കിലും മാതാവിന് അത്ര അനുകൂലമാവില്ല. 5-ാം ഭാവത്തിൽ ചൊവ്വയാണ്. പൂർവ്വപുണ്യസ്ഥാനത്ത് പാപഗ്രഹമാണ്. സാമ്പത്തികമായിട്ട് ചില അധിക ചിലവുകൾ അവർക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. പിന്നെ സന്താനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അരിഷ്ടതകൾ വരാവുന്ന സമയമാണ്. അവർക്ക് വേണ്ടിയിട്ട് ധനച്ചിലവുകൾ വരാവുന്ന സമയമാണ്. അടുത്ത മീനക്കൂറുകാരുടെ കാര്യം. ഉരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ് മീനക്കൂറ്. ലഗ്നത്തിലേക്ക് ആദിത്യൻ വന്നിരിക്കുകയാണ്. കുറച്ചും കൂടി ആയാസവും ഒക്കെ വരാവുന്ന സമയം. പിന്നെ ബുധൻ ലഗ്നത്തിലാണ്. അപ്പോൾ വാക്കുകളിൽ കൂടി ശത്രുക്കളെ ഉണ്ടാക്കാവുന്ന സമയം. ലഗ്നത്തിൽ സർപ്പവും ആദിത്യനും. ഇവർക്കും ചില അഹംബോധം കൂടിയിട്ട് ചില തീരുമാനങ്ങൾ, പ്രവൃത്തികളൊക്കെ ഉണ്ടാകാവുന്ന സമയം. ദേഷ്യമൊക്കെ വർദ്ധിക്കുന്ന സമയം. ധനപരമായിട്ട് അത്ര തന്നെ മെച്ചമൊന്നുമല്ല, കാരണം കുറേ മാസങ്ങളായിട്ട് 3-ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ്. എങ്കിലും മിതമായിട്ടൊക്കെ ധനം ലഭിച്ചുകൊണ്ടിരിക്കും. അത്ര മെച്ചമൊന്നുമല്ല ധനപരമായിട്ട് മീനക്കൂറുകാർക്ക്. കാരണം 3-ാം ഭാവത്തിലെ വ്യാഴം ഭൗതിക സുഖങ്ങൾ കുറയ്ക്കും എന്നുള്ളതാണ്. പിന്നെ ശുക്രനാണെങ്കിൽ ലഗ്നത്തിൽ ഉച്ചത്തിലാണ്, പക്ഷെ അത് അഷ്ടമാധിപനും കൂടിയാണ് എന്നുള്ളത് കൊണ്ട് വസ്ത്രാഭരണാദി ലാഭമൊക്കെ ഉണ്ട്. ശുക്രൻ ഉച്ചത്തിൽ സഞ്ചരിക്കും, പക്ഷെ അഷ്ടമാധിപനും കൂടിയാണ്. അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഗുഹ്യരോഗങ്ങൾ, ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ, ഹൃദ്രോഗങ്ങൾ, 12-ാം ഭാവത്തിൽ ശനിയും കൂടിയാണ്. അപ്പോൾ വാതരോഗങ്ങൾ, അലർജി രോഗങ്ങൾ, ഇതൊക്കെ വരാം. ഇതൊക്കെ മൂലം ശാരീരിക ക്ലേശങ്ങൾ വരാം. ധനച്ചിലവുകൾ, അധിക ചിലവുകൾ വരാം. 12-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ വിഫലമായ പ്രയത്നങ്ങൾ ഉണ്ടാകാം. പൊതുവെ പറഞ്ഞ മീനക്കൂറുകാർക്ക് അത്ര തന്നെ അനുകൂലമായ സമയത്തിലൂടെയൊന്നും അല്ല കടന്നു പോകുന്നത്. ശാരീരിക ക്ലേശങ്ങൾ അലട്ടുന്ന സമയമാണ്. ധനപരമായിട്ടും അത്ര തന്നെ മെച്ചമുള്ള സമയമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അവർ ശ്രദ്ധിക്കേണ്ടത് വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പോൾ ലഗ്നത്തിൽ ബുധൻ സഞ്ചരിക്കുന്നു. ചന്ദ്രലഗ്നത്തിൽ ബുധൻ സഞ്ചരിക്കുമ്പോൾ
നമ്മുടെ വാക്കുകളിൽ കൂടി ദുർഭാഷണത്തിൽ കൂടി ശത്രുക്കൾ ഉണ്ടാവാം. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ചെന്നുപെട്ട് അപവാദം, അപമാനം, ശത്രുത ഇതൊക്കെ ഉണ്ടാക്കാവുന്ന സമയമാണ് മീനക്കൂറുകാർക്ക്. അതൊക്കെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക മീനക്കൂറുകാർ തുലാക്കൂറുകാരൊക്കെയാണ് കൂടുതൽ ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. അപ്പോൾ നാമജപം ഈ കലിയുഗത്തിലെ ഏറ്റവും പ്രധാനം നാമജപമാണ്. സ്വയം ചെയ്യുന്ന നാമജപം. ബാക്കി എല്ലാ കാര്യത്തിനും പിന്നെയുള്ളൂ പ്രാധാന്യം. നാമം ജപിക്കുക, കൂടുതൽ സമയം നാമം ജപിക്കുക, ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ വീട്ടിലൊക്കെ പോയിരുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയാതിരിക്കുക. നമ്മൾ പറയുന്നത് പോലെ ആയിരിക്കില്ല മറ്റുള്ളവർ കേൾക്കുക. ആ കേൾക്കുന്നവർ മറ്റുള്ളവരോട് പറയുമ്പോൾ വേറെ രീതിയിലൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള അപവാദ, അപമാനം, വ്യക്തിപരമായിട്ട് അപമാനിക്കപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് മീനക്കൂറുകാർക്ക്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. വാക്കുകളും പ്രവൃത്തികളും വളരെയധികം ശ്രദ്ധിക്കുക. വേണ്ടത് ആത്മീയ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. അതിനുള്ള സമയം കണ്ടെത്തുക. അപ്പോൾ ഇതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല എന്നറിഞ്ഞ് കേൾക്കുക. ഇത് നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ചാരവശാലുള്ള വേദാദി ദോഷങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അതറിഞ്ഞ് കേൾക്കുക. അപ്പോൾ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കും. എല്ലാവർക്കും നമസ്കാരം.